കിഫ്ബി മസാല ബോണ്ട് ഇടപാട് കേസിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസം. ഇ ഡി നോട്ടീസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. ഇ ഡി നോട്ടീസ് റദ്ദാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഹർജിയിലാണ് ഈ നടപടി. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ലിഡിയ, ഇ ഡിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ. നൗഫൽ സൂചിപ്പിച്ചതുപോലെ ഇ ഡിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് കേസിൽ ഉണ്ടായിരിക്കുന്നത്. മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ നോട്ടീസ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഒപ്പം മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനും ഒപ്പം സിഇഒ KM എബ്രഹാമും ഇവർ 3 പേരുമാണ് ഇത്തരത്തിൽ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഹർജിയിലാണ് ഇടക്കാല സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. 3 മാസത്തേക്കാണ് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. നോട്ടീസിലെ തുടർ നടപടികൾ 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഹർജി പരിഗണിച്ചിരുന്നു. അതായത് കിഫ്ബിയുടെ ഹർജിയിലും സമാനമായ ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. 3 മാസത്തേക്ക് ഈ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ഒപ്പം ഇഡിയോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ കിഫ്ബിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചായിരുന്നു ഇത്തരത്തിലൊരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സമാനമായ ഉത്തരവ് മുഖ്യമന്ത്രിയുടെയും ഒപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെയും ഒപ്പം കിഫ്ബി സി ആയിരുന്ന KM എബ്രഹാമിന്റെയും ഹർജിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും സർക്കാരിനും വലിയ ആശ്വാസം തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്ന ഉത്തരവ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഭൂമി ഇടപാടുകൾക്കും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വാദത്തിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചത്. അതായത് ഇത് ഈ ഒരു നോട്ടീസ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നിരിക്കുന്ന ഈ നോട്ടീസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. മാത്രമല്ല ഇതിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ സർക്കാർ